ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പുതുതായിട്ടുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സ്റ്റുഡൻസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പീപ്പിൾസ് ആവട്ടെ അവർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏതൊക്കെ രീതിയിൽ പണം അയക്കാൻ പറ്റും, എങ്ങനെയാണ് പണം അയക്കുക എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്തു തരുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് 3 ഓപ്ഷനാണ് മെയിൻലി നമ്മളിതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത്. അത് നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് സ്കാൻ എനി QR കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ പേ എനിവൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പം ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻസ് ഓരോന്നും നിങ്ങൾക്ക് ലൈവ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ സ്കാൻ എനി QR കോഡ് സെക്ഷനിലോട്ട് വന്നു. അവിടെ വന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കടകളിൽ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് സമയത്ത് അവരിലേക്ക് നമ്മൾ QR കോഡ് വഴി പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പം ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്കാനറിൽ അവരുടെ QR കോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജ് വരുന്നതായിരിക്കും. അവിടെ നിങ്ങളെ എമൗണ്ട് എൻ്റർ ചെയ്യുക, ദെൻ UPI പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഫ്രം ഗാലറി എന്ന് പറയുന്ന താഴത്ത് കാണാൻ പറ്റും. ഇനി ആരെങ്കിലും നിങ്ങൾക്കൊരു QR കോഡ് നിങ്ങൾ വാട്സപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ് ആവുമല്ലോ. ആ സമയത്ത് നിങ്ങൾ ആ ഒരു QR കോഡ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലാണ് ഈ ഒരു QR കോഡിൻ്റെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ പേ എനിവൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിലേക്കൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, പേ ടു ഫോൺ നമ്പർ എന്നും പേ ടു UPI എന്നും. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഇപ്പോൾ അവരുടെ നമ്പർ ഉണ്ടാവില്ല, ഗൂഗിൾ പേ നമ്പർ, അത് നിങ്ങൾ ഈ ഒരു ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി മാത്രമല്ല, നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ അവരുടെ നെയിം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹ്യൂമൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ മൊബൈൽ അവരുടെ കോൺടാക്റ്റ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ പേ ടു UPI എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഫോൺ പേ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ പേയിലേക്ക് നമുക്ക് ഗൂഗിൾ പേയിൽ നിന്ന് പണം അയക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അവരുടെ ഫോൺ പേയിൽ അവർക്ക് UPI ID ഉണ്ടാവും. ആ UPI ID അവരോട് സെൻഡ് ചെയ്യാൻ പറയുക. എന്നിട്ട് ആ ഒരു UPI ID ഒരു ബോക്സിലായിട്ട് എൻ്റർ ചെയ്തിട്ട് ദെൻ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എമൗണ്ട് എൻ്റർ ചെയ്തിട്ട് UPI പിൻ നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേയുടെ UPI ID ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് തന്നെ നിങ്ങളുടെ UPI ID ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാ UPI ആപ്ലിക്കേഷനിലും UPI ID ലഭിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട. അപ്പോൾ ആ ഒരു UPI ID നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ടു അതേഴ്സ് എന്നും ടു സെൽഫ് എന്ന 2 ഓപ്ഷൻ ഉണ്ട്. ടു അതേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പണം അയക്കുന്ന രീതിയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പറും സെക്ഷനിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അവരുടെ IFSC കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അവരുടെ IFSC കോഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഫോർ IFSC എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ IFSC കോഡ് നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ മറ്റുള്ള വ്യക്തികളിലേക്ക് പണം അയക്കുന്ന ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. ഓക്കെ, ഇനി ടു സെൽഫ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പം എൻ്റെ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഇതിൽ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 2 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ബാങ്ക് നിങ്ങളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ അക്കൗണ്ടിൽ നിന്നും പുതിയ അക്കൗണ്ടിലേക്ക്, അതായത് നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലോട്ട് നിങ്ങളുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലോട്ട് പണം അയക്കണം. ഇപ്പോൾ കാനറ ബാങ്കിൽ നിന്നും ഞാൻ പുതുതായി ആഡ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിലോട്ട് പണം അയക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ മൂന്നാമത്തെ ബാങ്ക് ട്രാൻസ്ഫറിൽ തന്നെ രണ്ടാമത്തെ ടു സെൽഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിലൊന്നും പോകാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സിമ്പിളായിക്കോട്ടെ തന്നെ നിങ്ങൾക്ക് പണം അയക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ഓപ്ഷൻ UPI ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഇത് പറയുന്നത് നമുക്ക് പിൻലെസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിൻ ഫ്രീ പേയ്മെൻറ്റ്സ് ആണ്. അതായത് അപ് ടു 1000 വരെ നമുക്ക് ഒറ്റ ട്രാൻസാക്ഷനിൽ അത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പം പെട്ടെന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ, അതായത് നമ്മൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് UPI പിൻ നമ്പർ എൻ്റർ ചെയ്തൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ
നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ഇതിൽ പോക്കറ്റ് മണി ആയിട്ട് ആഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് UPI പിൻ നമ്പർ എൻ്റർ ചെയ്യാതെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോസ് ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.